ടൈം ഏകദേശം 5:05. ഫൈനലി ഗോയിങ്. കുറേ നാളത്തെ പ്ലാനിങ്ങിന് ശേഷം ഫൈനലി ചായ് നമ്പർ 1 ഓഫ് ദി ട്രിപ്പ്. Hello, good morning, good afternoon, good evening. Welcome back to a new vlog. After some days voiceover is back. തൊണ്ടയിൽ കുറച്ച് കിച്ചിൻ്റെ പ്രശ്നമുണ്ട്, ബട്ട് എനിക്ക് ഈ വോയിസ് ഓവർ എന്തെങ്കിലും ചെയ്തേ പറ്റൂ ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ടോക്കിംഗ് സെക്ഷൻ ഇൻ ദിസ് വീഡിയോ ആർ ക്രിഞ്ച്. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ് മൈ വോയിസ്, ജസ്റ്റ് എൻജോയ് ദ വീഡിയോ. ഒരു ഷോർട്ട് ഡിസ്ക്ലൈമർ ഉണ്ട്. ഈവൻ ഇഫ് ദിസ് ഈസ് എ ഊട്ടി വ്ളോഗ്, ഊട്ടിയിലെ ഒരൊറ്റ ഫേമസ് ലൊക്കേഷൻ പോലും നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റില്ല. സോ അത് പ്രതീക്ഷിച്ച് വന്ന ആൾക്കാരാണെങ്കിൽ പ്ലീസ് കീപ് ദിസ് വ്ളോഗ്. ആൻഡ് ദ റീസൺ ഈസ്, ഞങ്ങൾ ഊട്ടിയിലെ ഒരു ഫേമസ് ലൊക്കേഷൻ പോലും വിസിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഊട്ടി പോയത്? ഐ വിൽ ടെൽ യു ദാറ്റ്. സോ അഗസ്റ്റിൻ, one of my best friend, you may know from previous vlog, അവൻ ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അറിയാലോ മെൻ്റൽ ഹെൽത്ത് എന്താന്ന്. ആൻഡ് മീ വർക്കിംഗ് ഓൺ മൈ യൂട്യൂബ് ചാനൽ ഓൾമോസ്റ്റ് 1 year ആയിട്ട് വീടിൻ്റെ അകത്ത് തന്നെ. സോ കുറച്ച് കാലങ്ങളായിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയതാണ് എങ്ങോട്ടെങ്കിലും ട്രിപ്പ് പോകണം. സംവെയർ ജസ്റ്റ് ഫാർ, നോട്ട് ദാറ്റ് ഫാർ, ഒരു 1 ഡേയിൽ കവർ ചെയ്യാൻ പറ്റുന്ന എവിടേക്കെങ്കിലും. നോട്ട് ടു കവർ ഓൾ ദി ഫേമസ് ഡെസ്റ്റിനേഷൻ ദെയർ, ബട്ട് എവിടെയെങ്കിലും ജസ്റ്റ് കാമായിട്ടിരിക്കണം, മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഊട്ടി പോവാം. ഗുഡ് ക്ലൈമറ്റ്, ഗ്രേറ്റ് വിഷ്വൽസ് ഫോർ ഐസ്. ആൻഡ് ഞങ്ങൾ ഇതുവരെ വിസിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ 10th വിസിറ്റ് ചെയ്തതാണ്, ബട്ട് ഡോണ്ട് റിമെമ്പർ എനിത്തിങ്. ഊട്ടിയിലെ ഫേമസ് ലൊക്കേഷനൊന്നും കണ്ടില്ലെങ്കിലും അവിടേക്ക് പോകുന്ന വഴിയിലുള്ള വ്യൂസൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഓരോ ഹെയർ പിൻ കഴിയുമ്പോഴും ഓരോ കാഴ്ച, ലൈക്ക് ഡിഫറെൻറ്റ് ലൊക്കേഷൻ. ആൻഡ് ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഞങ്ങളുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇതായിരുന്നു. Look at this view. Sorry, view കാണാനില്ല. ബേസിക്കലി നമ്മളിപ്പോൾ ഊട്ടിയിലാണുള്ളത്. റാൻഡായിട്ടൊരു ഫോറസ്റ്റ് കണ്ടപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി വന്നതാണ്. ഈ ഒരു ട്രിപ്പിന് മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡെസ്റ്റിനേഷൻ അല്ല. ഞങ്ങൾ കുറേ മുന്നേ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണ്. അതായത് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഇരിക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ട് മാത്രം ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്താൽ. ഇവിടുത്തെ മെയിനായിട്ടുള്ള ടൂറിസം പ്ലേസുകളൊന്നും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ല. അവിടെയൊക്കെ ഭയങ്കര ക്രൗഡാണ്. നമ്മൾ വിചാരിച്ചൊരു കാംനെസ്സും കാര്യങ്ങളൊന്നും അവിടെ കിട്ടില്ല. സോ ലുക്ക് അറ്റ് ദിസ് ലിറ്റിൽ ടെക്സ്റ്റർ. ഇവിടെ ഫുള്ള് യൂക്കാലിപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീസാണ്. അതിൻ്റെ സ്കിന്ന എത്ര ടെക്സ്റ്ററാണല്ലോ. മൊബൈൽ ഫോട്ടോഗ്രാഫിയിലൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. അതായത് കുറച്ച് പേരൊക്കെ എൻ്റെ ഫോട്ടോസ് കാണുമ്പോൾ അത് ഈ ഫോണിലാണ് എടുത്തെന്ന് പറയുമ്പോൾ അവർക്ക് വിശ്വാസം വരാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ DSLR അതുപോലെ മിറർലെസ് ക്യാമറ എന്നൊക്കെ എന്താണ് ഡിഫറെൻ്റായിട്ട് ആൻഡ്രോയിഡ് തോന്നുന്നതെന്ന് വെച്ചാൽ അതിൽ ഫോട്ടോസൊക്കെ ഓവർ പ്രോസസ്ഡാണ്. ഭയങ്കര ക്ലാരിറ്റി അതുപോലെ ടെക്സ്റ്ററൊക്കെ കൂട്ടിയിട്ടാണ് പ്രോസസ്സ് ചെയ്തിട്ട് വരിക. പിന്നെ ലാക്ക് ഓഫ് ഡെപ്ത്ത്. DSLRലും മിറർലെസ്സിലും കിട്ടുന്ന പോലെയുള്ള
ഡെപ്തും അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കാര്യങ്ങളൊന്നും ആൻഡ്രോയിഡ് ഫോണിൽ എന്താ പറയുക ലാൻഡ്സ്കേപ്പ് അങ്ങനെ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിയിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ കണ്ട ആൾക്കാരാണെങ്കിൽ മനസ്സിലാവും ഏറ്റവും കൂടുതൽ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മാക്രോ ഫോട്ടോഗ്രാഫ്സാണ്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് ഡെപ്ത്ത് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. അതുപോലെ ടെക്സ്റ്ററിൻ്റെ ഇഷ്യൂ കാര്യങ്ങളൊക്കെ അവിടെ സോൾവ് ആയിട്ട് കിട്ടും. ഞാൻ കൂടുതലും ഇതുപോലുള്ള ടെക്സ്റ്ററും കാര്യങ്ങളൊക്കെ ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ വിൽ ഷോ യു സം എക്സാമ്പിൾസ്. ഇന്നത്തെ ഒരു ചാലഞ്ചാണ്. ഞാൻ എൻ്റെ വഴിക്ക് വ്ളോഗ് ചെയ്യും, ആൻഡ് അഗസ്റ്റിൻ്റെ വഴിക്ക് വ്ളോഗ് ചെയ്യും. സോ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ബേസിക്കലി എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഫോട്ടോഗ്രാഫി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടെക്സ്റ്റ് ഫോട്ടോഗ്രാഫി മാക്രോ ഫോട്ടോഗ്രാഫി അതിൻ്റെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ വ്ളോഗ് ചെയ്യും. ആൻഡ് അഗസ്റ്റിൻ ഗോയിങ് ടു ഡു സംതിങ് ഐ ഡോണ്ട് നോ എന്താ നീ പറയുക, വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് വ്ളോഗ് ചെയ്യും. ഓക്കെ, എടാ അങ്ങനെ പ്രത്യേകിച്ച് പറയാൻ ടോപ്പിക്കൊന്നുമില്ല. അതായത് നമുക്ക് തോന്നി ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പ്രത്യേകിച്ച് ഇങ്ങനെയൊന്നും പറയാനില്ല ഗൈസ്. എങ്ങനെ മുമ്പോട്ട് പോകുന്നോ അതെല്ലാം മുമ്പോട്ട് പോവാം, ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. ഈ വ്ളോഗും ഇതൊന്നും ചെയ്യാൻ എനിക്കറിയില്ല. സോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തപ്പോഴേക്കും മൈ ഫോൺ സ്റ്റാർട്ട് ഷോയിങ് ഹിസ് ഏജ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ കയറിയപ്പോൾ ചാർജ് ചെയ്താണ്. ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. വാട്ട് ഐ ക്യാൻ എക്സ്പെക്ട് ഫ്രം എ 5-year-old ഫോൺ. അങ്ങനെ ഒരു 4 മണിയായപ്പോഴേക്കും ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് തിരിച്ചു. ഊട്ടിയിലെ ഒരു ലൊക്കേഷൻ പോലും കവർ ചെയ്തില്ലെങ്കിലും എൻ്റെ ഒരു ഫേവറേറ്റ് ട്രിപ്പ് തന്നെയായിരുന്നു ഇത്. കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ള കാംനെസ് അതുപോലെ ഫ്രീഡം, ഈ 2 സാധനങ്ങളും ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ കിട്ടിയിട്ടുണ്ട്. സോ വി ആർ സോ ഹാപ്പി. മൈൻഡ് ഒന്ന് ഫ്രഷ് ആക്കാനും അതുപോലെ പുതിയ പുതിയ മെമ്മറീസ് ഉണ്ടാക്കാനും ഇതുപോലുള്ള യാത്രകൾ നല്ലതാണ്. ലൈഫിൽ ചില ഹാർഡ് മൊമെൻറ്റ്സ് വരികയാണെങ്കിലോ അതുപോലെ മൈൻഡ് സ്ട്രെസ്ഡ് ആയിട്ട് തോന്നുകയാണെങ്കിലോ ജസ്റ്റ് ട്രാവൽ, ജസ്റ്റ് ഗോ ഫോർ എ ട്രിപ്പ്, gather with your friends and enjoy the moments. See you on another video. അതുപോലെ ബ്ലറൊന്നും ബാക്ക്ഗ്രൗണ്ട് ബ്ലറും കാര്യങ്ങളൊന്നും ബാക്ക്ഗ്രൗണ്ട് ബ്ലറും ആ ഡെപ്തും. ഹാപ്പി ദീപാവലി. ഹാപ്പി ദീപാവലി. ഓക്കെ, അഗസ്റ്റിൻ പിള്ളേരോടൊരു ബാറ്റിംഗ് ചോദിക്കാൻ വേണ്ടി പോവാൻ.